electronics, furniture, home appliances, mobile phone, laptop, computer and accessories. Malabar Junction, SMP Junction, Main Road, Shornur. ഇരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെപ്റ്റിക് ടാങ്ക് ചോർന്ന് മലിനജലം കെട്ടിക്കിടന്ന് 15ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. പകർച്ചവ്യാധിക്കും മറ്റു രോഗങ്ങൾക്കും വഴിയൊരുക്കുന്ന സ്വകാര്യ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ. കാഞ്ഞിരക്കോട് തോട്ടുപാലം റേഷൻ കടയ്ക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി നിർമ്മിച്ച ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്ക് ചോർന്ന് പരിസരത്തെ വീടുകളിലേക്കൊഴുകി മലിനജലം കെട്ടിക്കിടക്കുന്നത്. ഫ്ളാറ്റ് ഉടമയോട് പലതവണ പറഞ്ഞിട്ടും മലിനജലം ഒഴുക്കുന്നത് തടയുവാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദുർഗന്ധം മൂലം പരിസരത്ത് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ മലിനജലം ഒഴുകി മേഖലയിലെ ജലസ്രോതസ്സുകളിലെ വെള്ളം മലിനമാവുകയും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ശരീരത്തിൽ ചൊറിച്ചിൽ വന്ന് ഉണലുകൾ പൊട്ടി ചികിത്സ തേടുന്ന സാഹചര്യവുമുണ്ട്. പഞ്ചായത്ത് അധികൃതരോടും ആരോഗ്യ പ്രവർത്തകരോടും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് പരിസരവാസികൾ കുറ്റപ്പെടുത്തി. അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആരോഗ്യ വിഭാഗവും ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു പ്രദേശമാകെ പകർച്ചവ്യാധിയിൽ അകപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ അതിലത്തെ വേസ്റ്റ് മുഴുവൻ വീട്ടുകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ അവിടെ നമ്മൾ കണ്ടില്ലേ, അതായത് ഒരു കുളം കെട്ടി നിൽക്കുന്ന പോലെ വെള്ളം അത്രയും കെട്ടി നിൽക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് അത് കാരണം പകർച്ചവ്യാധികളൊക്കെ വന്നിട്ട് ഡെയിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ മാത്രമല്ല വീട്ടിലത്തെ വെള്ളങ്ങളിലൊക്കെ അത് വന്നിട്ട് വെള്ളമൊക്കെ മലിനമായി തുടങ്ങിയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. ഇപ്പൊ അതിന്റെ ഉടമസ്ഥനോട് നമ്മൾ പല പ്രാവശ്യം അത് പരാതി പറഞ്ഞിട്ടും അയാള് ഇങ്ങോട്ട് വരിക നോക്കുക, അതിനെ കുറിച്ചിട്ട് ഒരു വേണ്ട പരിഗണന എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ പഞ്ചായത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് ആരും വന്ന് നോക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. VCV ന്യൂസ് കാഞ്ഞിരക്കോട്.